സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ തെളിദീപമായിതാ സത്യവചനം. വിടുതലായി രക്ഷയായി നമ്മിൽ നവജീവനായിതാ സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ, ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ. ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേലന്നാ കാൽവരി മലമേ. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ, ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ. മനുഷ്യപുത്രൻ അന്നാമലമേ രക്തം ചൊരിഞ്ഞപ്പോൾ, മനുഷ്യപുത്രൻ അന്നാമലമേ രക്തം ചൊരിഞ്ഞപ്പോൾ, മാനവ പാപം നീക്കിടുവാനായി തകർന്നു വീണപ്പോൾ, മാനവ പാപം നീക്കിടുവാനായി തകർന്നു വീണപ്പോൾ, സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ, ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ.
അന്നാമലമേ പാടുകളേറ്റപ്പോൾ മിശിഹാരാജൻ അന്നാമലമേ പാടുകളേറ്റപ്പോൾ തിരുക്കാൽകരങ്ങൾ മൂന്നാണികളാൽ തറഞ്ഞു നിന്നപ്പോൾ തിരുക്കാൽകരങ്ങൾ മൂന്നാണികളാൽ തറഞ്ഞു സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേലന്ന കാൽവരി മലമേ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജനറിക് മെഡിസിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഒരു രോഗത്തിന് പല കമ്പനികളും മരുന്നുണ്ടാക്കാറുണ്ട്. ഡോക്ടർമാർ കമ്പനികളുടെ മരുന്നിൻ്റെ ബ്രാൻഡ് നെയിമാണ് പൊതുവെ കുറിച്ച് തരാറുള്ളത്. അതിനു പകരം ജനറിക് നെയിം കുറിച്ചാൽ ഒരേ കണ്ടൻ്റ് ഉള്ള ഏത് കമ്പനിയുടെയും മരുന്ന് നമുക്ക് വാങ്ങാം. മരുന്നിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും അതിൻ്റെ ഡോസേജും മറ്റും ശരിയാണെങ്കിൽ ബ്രാൻഡ് നെയിം ഏതാണെങ്കിലും കുഴപ്പമില്ല എന്നർത്ഥം. ഇത് ജനങ്ങൾക്ക് മരുന്നിൻ്റെ ലഭ്യത എളുപ്പമാക്കും. കൂടാതെ വിലക്കുറവ് നോക്കി മരുന്ന് വാങ്ങാനും ആകും. അപ്പോൾ മരുന്നിൻ്റെ ഉള്ളടക്കമാണ് കാര്യം എന്ന് നമുക്കറിയാം. എന്നാൽ ഒരു രോഗനിവാരണത്തിന് ഉതകുന്ന നിശ്ചിത ഘടകങ്ങളെല്ലാം ഉള്ളടങ്ങിയ ഒരേ ഒരു മരുന്ന് മാത്രമേ വിപണിയിൽ ഉള്ളൂ എങ്കിൽ നാം അത് തന്നെ വാങ്ങണം. വേറെ ചോയ്സ് നമുക്കില്ല. ഇനി ഒരേ പേരിൽ കണ്ടന്റ് വ്യത്യാസമുള്ള മരുന്നിറങ്ങിയാൽ അത് വ്യാജമാണ്, അപകടകരമാണ്, ചിലപ്പോൾ മരണകരവും ആയേക്കാം. സുവിശേഷത്തിൻ്റെ കാര്യവും ഇങ്ങനെയാണ്. അതിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം ശരിയായിരിക്കണം. അതിൻ്റെ ബ്രാൻഡ് നെയിമും ഒന്നു മാത്രമാണ്, ക്രൂശിതനായ യേശു. ഇതിനു പകരം മറ്റേത് ഉള്ളടക്കമാണെങ്കിലും അത് മറ്റേതോ യേശുവാണ്, ബൈബിൾ പറയുന്ന യേശുവല്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വളരെ പ്രസിദ്ധമാണ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 2-ാം അധ്യായത്തിൽ അദ്ദേഹം വീണ്ടും പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരായി നിങ്ങളുടെ ഇടയിലിരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു എന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിലും അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം എന്ന്. ക്രൂശിക്കപ്പെട്ടവനായ യേശു എന്ന സുവിശേഷത്തിന് വ്യത്യസ്തമായി അവതരിപ്പിക്കുന്ന ഏത് സന്ദേശവും സുവിശേഷമല്ല, അല്ലെങ്കിൽ മറ്റൊരു സുവിശേഷമാണ്. ആ പ്രസംഗിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവല്ല, വേറൊരു യേശുവാണ് എന്നാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ അതിനിശ്ചിതമായി പറയുകയാണ്, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന്.
സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്നത് വളരെ പ്രധാനമാണ്. യേശു എന്ന പേരിലല്ല ശക്തി, ആ പേരിൻ്റെ ഉള്ളടക്കത്തിലാണ്. പേര് ഏത് ഭാഷയിലും ചില അക്ഷരങ്ങൾ ചേർന്നിരിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. ഉദാഹരണം, എൻ്റെ പേര് സേവ്യർ, മലയാളത്തിലാണെങ്കിൽ സേവ്യർ എന്ന അക്ഷരങ്ങൾ അങ്ങ് ചേരുന്നു. അതിൽ തന്നെ പ്രത്യേകിച്ച് ആ അക്ഷരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെ ഒന്നും തോന്നുന്നില്ല. ഇംഗ്ലീഷിലാണെങ്കിൽ 4-5 അക്ഷരങ്ങൾ അങ്ങ് ചേർത്ത് പറയുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അത് പ്രതിനിധാനം ചെയ്യുന്ന ആളത്വം, അത് ഭാഷാതീതമായ യാഥാർത്ഥ്യമാണ്. ആ ആളുടെ സ്ഥാനം, പദവി, ദൗത്യം, മറ്റു പ്രത്യേകതകൾ ഒക്കെ അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ കർത്താവ് മത്തായി സുവിശേഷം 7-ാം അധ്യായം 21 ഇങ്ങനെ പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ താൻ അയച്ച പുത്രനിൽ വിശ്വസിക്കുന്നത് ആണെന്നും യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു വിശദീകരിക്കുന്നുണ്ട്. ജീവിതം സത്യസന്ധമാകണമെങ്കിൽ സത്യത്തിൻ്റെ അറിവ് നമുക്കുണ്ടാകണം. യേശു എന്ന ബ്രാൻഡ് നെയിമിൽ വ്യത്യസ്ത കണ്ടന്റുള്ള സുവിശേഷം ഇറങ്ങിയാൽ അത് അപകടകരമാണ്. ഈ മുന്നറിയിപ്പാണ് അപ്പസ്തോലന്മാരും കർത്താവും നൽകുന്നത്. ഇന്ന് എന്തെല്ലാം സുവിശേഷങ്ങളാണ് ലോകമെങ്ങും ക്രിസ്തു എന്ന ലേബലിൽ പ്രചരിക്കുന്നത്. നമ്മുടെ ഒരു പ്രയാസം ഇന്ന് സത്യം പറയുന്നതിനേക്കാൾ ദുഷ്കരമായിരിക്കുകയാണ് വ്യാജ സുവിശേഷങ്ങളെ തിരിച്ചറിഞ്ഞ് ചൂണ്ടിക്കാണിക്കുക എന്ന കാര്യം. യേശുവിൻ്റെ അവതാര ലക്ഷ്യത്തെക്കുറിച്ച് നാം വായിക്കുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ. പാപികളെ രക്ഷിക്കാൻ അവൻ വന്നു എന്ന് 1 തിമോത്തിയോസ് 1:15 നമ്മൾ വായിക്കുന്നുണ്ട്. കാണാതെ പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് യേശു വന്നത് എന്നാണ് ലൂക്കോസ് 19:10 പറയുന്നത്. ജീവന് മറുവിലയായി കൊടുക്കുവാനാണ് യേശു വന്നത് എന്നാണ് മർക്കോസ് 10:45 പറയുന്നത്. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായിട്ടാണ് യേശു വന്നത് എന്നാണ് 1 തിമോത്തിയോസ് 2:5 വായിക്കുന്നത്. ഈ പ്രസ്താവനകളെല്ലാം തന്നെ പാപം മൂലം ദൈവബന്ധത്തിൽ നിന്നും വീണുപോയ മനുഷ്യനെ പാപശിക്ഷ നീക്കി ദൈവബന്ധത്തിൽ യഥാസ്ഥാനത്താക്കി രക്ഷിക്കുക എന്ന ഏക അവതാര ലക്ഷ്യത്തിൻ്റെ വ്യത്യസ്ത അവതരണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാപം മൂലം മനുഷ്യന് സംഭവിച്ച വീഴ്ച ജീവനിൽ നിന്നും മരണത്തിലേക്കാണ്. അതിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നുള്ള അകൽച്ച സംഭവിച്ചിട്ടുണ്ട്. അതിൽ പാപസ്വഭാവമെന്ന അപജയവും നമ്മിൽ വന്നു ചേർന്നിട്ടുണ്ട്. സകലവിധ തിന്മകളും പ്രതിസന്ധികളും പാപം മൂലം സംജാതമായതാണ്. രോഗവും ദുരിതവും വഴക്കുകളും നഷ്ടങ്ങളും എല്ലാം പാപം മൂലമുളവായതാണ്. അതുകൊണ്ട് വീണ്ടെടുപ്പ് എന്നത് പാപം വരുത്തിയ സകല പ്രശ്നങ്ങളിൽ നിന്നുമുള്ളതാണ്. അതിൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വീണ്ടെടുപ്പുണ്ട്, പാപത്തിൻ്റെ പരിണിതഫലങ്ങളായ കഷ്ടതകളിൽ നിന്നുള്ള വീണ്ടെടുപ്പുണ്ട്. എന്നാൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിലാണ് ഈ പ്രശ്നങ്ങളും കഷ്ടതകളുമെല്ലാം പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നത്. നിത്യശിക്ഷയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരുടെ ശരീരങ്ങളുടെ രൂപാന്തരം അഥവാ തേജസ്കരണം സംഭവിക്കുമ്പോഴാണ് പാപത്തിൻ്റെ പരിണിതഫലങ്ങളായ രോഗവും ദുരിതവും പ്രയാസങ്ങളും എല്ലാം മാറുന്നത്. യേശു പാപികളുടെ രക്ഷകനാണ്. പാപങ്ങളിൽ നിന്നാണ് യേശു രക്ഷിക്കുന്നത്. ഈ യാഥാർത്ഥ്യം സംശയത്തിനിടമില്ലാതെ നാം മനസ്സിലാക്കണം. ഈ കാര്യം ഉൾക്കൊള്ളാതെ യേശുവിനെ മറ്റെന്തെങ്കിലുമൊക്കെയായി അവതരിപ്പിച്ചാൽ അത് രക്ഷിക്കുന്ന സുവിശേഷമാകുകയില്ല. സാമൂഹ്യ പ്രശ്നങ്ങളുടെ പരിഹാരകൻ എന്ന് യേശുവിനെ അവതരിപ്പിക്കാറുണ്ട്. സമത്വത്തിൻ്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. രോഗശാന്തിക്കാരൻ എന്ന് അവതരിപ്പിച്ച് ആളും അർത്ഥവും നേടുന്നവരുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നവൻ എന്ന നിലയിൽ യേശുവിനെ വ്യാപാരം ചെയ്യാറുണ്ട്. അനീതികൾക്കെതിരെ ചാട്ടവാറുഴറ്റിയവൻ എന്ന നിലയിൽ യേശുവിനെ വിപ്ലവകാരിയായി അവതരിപ്പിക്കുന്നവരുണ്ട്. മർദ്ദിതരുടെ വിമോചകൻ എന്നത് സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു പ്രയോഗം തന്നെയാണ്. മതാന്ധതയെ ചോദ്യം ചെയ്തവനായി യേശുവിനെ കാണുന്നവരുണ്ട്. പൗരോഹിത്യത്തിൻ്റെ കാപട്യത്തിൻ്റെ മുഖം മൂടികൾ വലിച്ചു കയറിയ യേശുവിനെ ആവശ്യമുള്ളവരുണ്ട്. അശരണർക്ക് ആലംബമായവൻ എന്നത് യേശുവിനെ പറ്റി അല്ലെങ്കിൽ ആരെപ്പറ്റി പറയാനാകും? ഇതൊക്കെ ശരിയാണെങ്കിലും യേശുവിൻ്റെ അവതാര ലക്ഷ്യം ഇതൊന്നുമല്ലല്ലോ. ഇങ്ങനെയൊക്കെ അംഗീകരിച്ചാലും യേശുവിൻ്റെ അവതാര ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ അവതീർണമാകുന്നില്ല. യേശു അടിസ്ഥാനപരമായും ആത്യന്തികമായും പാപങ്ങളെ പരിഹരിക്കുവാൻ അവതരിച്ചവനാണ്.
മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പാപത്തോട് അനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. പാപമെന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങളായ ഈ പ്രശ്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യശാസ്ത്രത്തിൽ യേശുവിന് മറ്റനേകരുടെ ഒപ്പമായിരിക്കാം ലോകം ഇടം നൽകുന്നത്. മനുഷ്യരുടെ സാമ്പത്തിക പ്രശ്നവും ചൂഷണങ്ങളും അടിച്ചമർത്തലും ദുരിതങ്ങളുമൊക്കെ ദൂരീകരിക്കാൻ അധ്വാനിച്ച അനേകം മഹത് വ്യക്തികളുണ്ടാകാം. എന്നാൽ പാപം പരിഹരിക്കാൻ അവതരിച്ചവൻ യേശു മാത്രമാണ്. പാപമെന്ന രോഗം പരിഹരിക്കുന്നതിൽ യേശു ഏകരക്ഷകനാണ്, അനന്യനാണ്. അവനൊപ്പം പറയാൻ മറ്റൊരാളുമില്ല. മനുഷ്യരുടെ രക്ഷകനാണ് യേശു എന്നതിനേക്കാൾ അർത്ഥവത്തായ പ്രയോഗം പാപികളുടെ രക്ഷകനാണ് എന്നതാണ്. അതിൽ മനുഷ്യൻ പാപിയാണെന്ന അസുഖകരമായ യാഥാർത്ഥ്യത്തിൻ്റെ സമ്മതമുണ്ട്. അവിടെ നിന്നാണ് പരിഹാരത്തിൻ്റെ ആവശ്യബോധം ഉണരുന്നത്. അപ്പോഴാണ് പരിഹാരകനായ യേശുവിനെ മനുഷ്യൻ കണ്ടെത്തുന്നത്. യേശു പാപികളെ രക്ഷിക്കുന്നു എന്നതിന് 3 തലങ്ങളുണ്ട് എന്നുകൂടെ സാഹചര്യവശാൽ ഞാൻ പറയട്ടെ. ആത്മരക്ഷയുടെ ഒന്നാമത്തെ തലം യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന വ്യക്തിയുടെ പാപത്തിൻ്റെ ശിക്ഷയായ മരണം യേശു പകരമേറ്റെടുത്ത് അവൻ്റെ ആത്മാവിൻ്റെ മേൽ നിന്നും ആ ശിക്ഷ നീക്കം ചെയ്തു. യേശുവിൽ വിശ്വസിക്കുന്നവന് ഇനി ശിക്ഷാവിധിയില്ല. അതുകൊണ്ട് ശരീരം മരണത്താൽ മാറ്റപ്പെടുമെങ്കിലും ആത്മാവ് നിത്യജീവനുള്ളതായി മാറുന്നു. ഇതാണ് ഒരു വ്യക്തിക്ക് യേശുവിൽ ലഭിക്കുന്ന നീതീകരണം എന്ന ആദ്യത്തെ തലം. ആത്മരക്ഷയുടെ രണ്ടാമത്തെ തലമോ അനുദിന ജീവിതത്തിൽ നമ്മെ നിയന്ത്രിച്ചിരുന്ന പാപത്തിൻ്റെ അധീശത്വത്തിൽ നിന്നും യേശു നമ്മെ സ്വതന്ത്രരാക്കി എന്നതാണ്. യേശുവിൻ്റെ കർത്തൃത്വം സ്വീകരിക്കുന്ന ഒരാൾക്ക് പാപത്തെ ജയിച്ച് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുന്നു. ദിവ്യ സ്വഭാവത്തിന് ഉടമയായി അയാൾ മാറുന്നു. ഇതാണ് യേശുവിലായ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിശുദ്ധീകരണം. ആത്മരക്ഷയുടെ മൂന്നാമത്തെ തലമാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പാപത്തിൻ്റെ സാന്നിധ്യം പോലുമില്ലാത്ത തേജസ്കരിക്കപ്പെട്ട പുതുശരീരത്തിലുള്ള ഒരു നിത്യത ഭാവിയിൽ ലഭിക്കുന്നു എന്നത്. ഇതാണ് ആത്മരക്ഷയുടെ ആത്യന്തിക ഘട്ടം. ഇത് യേശുവിൻ്റെ വീണ്ടും വരവിലാണ് സംഭവിക്കുന്നത്. അതിനെയാണ് ശരീരങ്ങളുടെ വീണ്ടെടുപ്പ് എന്ന നിലയിൽ വിശ്വാസികൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. ഈ 3 തലങ്ങളുടെയും സമന്വയമാണ് ആത്മരക്ഷ. അതായത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും സ്വാധീന ശക്തിയിൽ നിന്നും സാന്നിധ്യത്തിൽ നിന്നുമുള്ള വിമോചനമാണ് ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന രക്ഷ. ഇതിൽ പാപം വരുത്തിയ സകല അപജയങ്ങളുടെ മേൽ നിന്നുമുള്ള മോചനമുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിൻ്റെ ആക്ഷരികമായ പൂർത്തീകരണം വ്യത്യസ്ത ഘട്ടങ്ങളിലാണ് സംഭവിക്കുന്നത്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും മോചനം ലഭിച്ചു കഴിഞ്ഞു, സ്വാധീനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. സകല പരിണിത ഫലങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ശാരീരിക മരണത്തോടെയോ അല്ലെങ്കിൽ കർത്താവിൻ്റെ വീണ്ടും വരവിലോ മോചനം പ്രാപിക്കാനിരിക്കുന്നു. നമ്മളുടെ ഇപ്പോഴത്തെ ചിന്താവിഷയം ക്രൂശിതനായ യേശുവോ അതോ മറ്റൊരു യേശുവോ എന്നതാണല്ലോ. യേശുക്രിസ്തു തന്നെ അവതരിപ്പിച്ചത് മനുഷ്യർക്ക് മറുവിലയായി അർപ്പിക്കപ്പെടുവാൻ വന്നവൻ എന്നാണ്. അപ്പസ്തോലന്മാർ ഈ യേശുവിനെ അവതരിപ്പിച്ചത് നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിക്കാൻ വേണ്ടി ക്രൂശിതനായ ക്രിസ്തു എന്നാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തിൽ ഏകാഗ്രമായിരുന്നു അവരുടെ അറിവും പ്രസംഗവും എല്ലാം. എന്നാൽ ഇന്ന് അനേകർ സുവിശേഷമായി പ്രസംഗിക്കുന്നത് എത്രയോ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ക്രിസ്തുവിന് പ്രസക്തിയില്ലാത്ത ധാർമ്മിക നിയമങ്ങളാണ് അനേകരും പ്രസംഗിക്കുന്നത്. ക്രിസ്തുവിൻ്റെ അവതാര ലക്ഷ്യമല്ലാത്ത ഭൗമിക സുരക്ഷിതത്വമാണ് മറ്റു ചിലർ പ്രസംഗിക്കുന്നത്. ക്രിസ്തു എന്ന ആത്മരക്ഷകനെയല്ല, തങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ സംരക്ഷകനായ ക്രിസ്തുവിനെയാണ് അനേകർ അവതരിപ്പിക്കുന്നത്. ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനെയും ഏകരക്ഷകനെയുമല്ല, സഹരക്ഷകരെയും മനസ്സിനിണങ്ങിയ അനേകം മധ്യസ്ഥരെയുമാണ് ഇന്ന് മതങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. പാപപരിഹാരത്തിന് യേശുവിൻ്റെ കാൽവരിയിലെ കുരിശിലേക്ക് നോക്കാനല്ല പ്രസംഗിക്കുന്നത്. പള്ളികളിലും കുന്നുകളിലും നാട്ടിയ ക്രിസ്തുവില്ലാത്ത കുരിശുകളിലേക്കും അതിനടിയിലെ യൂദാസിൻ്റെ ഭണ്ഡാരങ്ങളിലേക്കുമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. വിശ്വാസത്തോടെ യേശുവിൻ്റെ കുരിശിന് മുമ്പിൽ മുട്ടുമടക്കാനല്ല, കുരിശുമല നാടകങ്ങൾ അഭിനയിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. ആത്മാക്കളുടെ രക്ഷയെന്ന നിർമ്മല സുവിശേഷത്തിനു പകരം പ്രസംഗകരുടെ രക്ഷയ്ക്കായിട്ടുള്ള കച്ചവടമാണ് ഓൺലൈനായും ഓഫ്ലൈനായും ക്രിസ്തുവിൻ്റെ പേരിൽ അരങ്ങേറുന്നത്. അത്തരം കച്ചവട സ്ഥാപനങ്ങളിലേക്ക് പോകുന്നവർ ക്രൂശിതനായ ക്രിസ്തുവിനെയല്ല, മറ്റേതൊക്കെയോ വ്യാജമായ ക്രിസ്തു അവതരണങ്ങളെയാണ് കാണുന്നത്.
ബൈബിളിൻ്റെ ആശയവും അവതരണവുമായി പുലബന്ധമില്ലാത്ത ഇത്തരം പ്രസംഗങ്ങളാണ് ക്രിസ്തുവിനും ക്രിസ്തീയതയ്ക്കും ഏറ്റവും വലിയ ഭീഷണി, അല്ലാതെ മറ്റ് ജനവിഭാഗങ്ങളുടെ എതിർപ്പുകളും പീഡനങ്ങളുമല്ല. അങ്ങനെ വ്യത്യസ്ത സുവിശേഷം അവതരിപ്പിക്കുന്നവരെയാണ് അപ്പസ്തോലൻ ശപിക്കപ്പെട്ടവർ എന്ന് വിളിക്കുന്നത്. അവരോടാണ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് യേശു പറയുന്നത്. പ്രിയരെ, പ്രസംഗങ്ങൾ നിരവധിയുണ്ട്. ആകർഷകമാകാം, എന്നാൽ ഉള്ളടക്കം ശരിയായില്ലെങ്കിൽ അവയൊന്നും ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുകയില്ല. ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള, ആത്മരക്ഷയെക്കുറിച്ചുള്ള നിർമ്മല സുവിശേഷം ബൈബിളിൽ നിന്നും വായിച്ചറിഞ്ഞ് വിശ്വസിക്കുവാൻ നിങ്ങളെ നിർബന്ധിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. സത്യം സത്യമായി എന്ന ഈ ബാനറിന് അതുമാത്രമാണ് ലക്ഷ്യവും. കൃത്രിമത്വങ്ങളുടെ ഈ ലോകത്തിൽ ഏറ്റവും വികലമാക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും അനിവാര്യവും വിലയേറിയതുമായ സുവിശേഷമായതിനാൽ തനതായ സത്യസുവിശേഷം അറിയുവാൻ സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹഗീതമാ യേശുനാഥനേ, എൻ സ്നേഹഗീതമാ യേശുനാഥനേ, എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. വീണ്ടും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായി ദൈവം നമ്മെ സഹായിച്ചു. സുവിശേഷം എന്നത് പല പ്രാവശ്യമായിട്ട് കേട്ടിട്ടുണ്ടാകും. എന്നാൽ എന്താണ് സുവിശേഷം? അതിലൂടെ പ്രസംഗിക്കപ്പെടുന്ന പ്രധാന വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവാണ് സുവിശേഷത്തിൻ്റെ കേന്ദ്ര വിഷയം. യേശുക്രിസ്തുവിനെ എന്തിനാണ് ഇങ്ങനെ ആളുകൾ പ്രസംഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിലൂടെയാണ് മനുഷ്യന് ആത്മരക്ഷ ലഭിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെയാണ് മനുഷ്യന് നിത്യജീവൻ ലഭിക്കുന്നത്. മനുഷ്യൻ്റെ എക്കാലത്തെയും അടിസ്ഥാന പ്രശ്നമായിരിക്കുന്ന പാപത്തിന് സമ്പൂർണ്ണമായിരിക്കുന്ന പരിഹാരം വരുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. അത് മനുഷ്യന് സ്വന്തമാക്കുവാനായി, ഈ രക്ഷ നേടിയെടുക്കുവാനായിട്ട് കഴിയും എന്നുള്ളതായിരിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന വാർത്തയാണ് സുവിശേഷത്തിലൂടെ പ്രസംഗിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സുവിശേഷ സന്ദേശം നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ട് അതിനെ അവഗണിച്ചു പോയിട്ടുണ്ടോ? ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ ഉള്ള രക്ഷ, സമ്പൂർണ്ണമായിരിക്കുന്ന പാപപരിഹാരം നിങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ, പ്രാപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ലോകം ധാർമ്മികമായി അധംപതിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ മൂല്യച്യുതികളും മനുഷ്യൻ്റെ പാപം ചെയ്യാനായിട്ടുള്ള വാസനയും ധാരാളം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യനിലെ പാപ സ്വഭാവമാണ്. നാം വസിക്കുന്നത് പാപത്തിൻ്റെ സാഹചര്യത്തിലും പാപത്തിൻ്റെ സ്വാധീനമുള്ളതായ സമൂഹത്തിലുമാണ് നാം ജീവിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ ഒരു മനുഷ്യന് നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും അതേ പ്രാപിക്കുവാനായിട്ട് കഴിയും. അത് നാം ചെയ്യുന്നതായിരിക്കുന്ന നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നീതി അവൻ്റെ മേൽ ആരോപിക്കുകയാണ്. അവനെ നീതിമാനായി പ്രഖ്യാപിക്കുകയാണ്. അത് അവൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടല്ല, കർമ്മം കൊണ്ടല്ല, മറിച്ച് അവന് വേണ്ടി, അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ്. ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. അതേ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കാൽവരി ബലി സർവ്വ മനുഷ്യൻ്റെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ സകല മനുഷ്യർക്കും വേണ്ടി അവരുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി തൻ്റെ ശരീരത്തെ യാഗമായി ഒരു പാപപരിഹാര ബലിയായി കാൽവരി ക്രൂശിൽ അർപ്പിച്ചു നൽകി. ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ, ദൈവമായി, അതേ രക്ഷകനായി, നാഥനായി, കർത്താവായി സ്വീകരിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഭൂമിയിലേക്ക് രണ്ടാമത് വരുമ്പോൾ ചേർക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നാമും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ട ഞങ്ങളുടെ സ്നേഹിതരോട് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്, ഇനി അധികം താമസിയാതെ ഇപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കൊള്ളുക. വിശ്വാസത്താൽ ലളിതമായി നമുക്ക് സ്വീകരിക്കാവുന്ന ഈ രക്ഷയെ ഇപ്പോൾ തന്നെ സ്വന്തമാക്കുവാൻ, ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ, സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവവചനത്തിൻ്റെ കേൾവിക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു സുവിശേഷത്തിൻ്റെ കേന്ദ്ര വിഷയമാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് ഒരു മനുഷ്യന് രക്ഷ ലഭിക്കുന്നത്, പാപമോചനം ലഭിക്കുന്നത്, നിത്യജീവൻ ലഭിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന സന്തോഷകരമായ സന്ദേശമാണല്ലോ സുവിശേഷത്തിലൂടെ പ്രസംഗിക്കപ്പെടുന്നത്. കർത്താവേ, എന്നാൽ ഈ സുവിശേഷത്തെ തിരസ്കരിക്കാതെ ആ സുവിശേഷത്തിൻ്റെ കേന്ദ്ര വിഷയമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ, വിശ്വാസത്താൽ ജീവിതത്തിൻ്റെ നാഥനായി കർത്താവായി സ്വീകരിക്കുവാൻ ഇന്ന് ഈ വചനം കേട്ട എല്ലാ ഹൃദയങ്ങളെയും കർത്താവ് സഹായിക്കണമേ. ഒരുപക്ഷെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളാൽ, പ്രതിസന്ധികളാൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ, രോഗത്തിൻ്റെ പ്രയാസങ്ങളാൽ, മറ്റനേക വിഷയങ്ങളുമായി ഭാരപ്പെടുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഹൃദയങ്ങളുണ്ടെങ്കിൽ കർത്താവെ, ഇന്ന് അവിടുന്ന് ആശ്വാസം കൊടുക്കണമേ, സൗഖ്യമയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കേട്ട ഈ വചനം രക്ഷയ്ക്ക് കാരണമാക്കി കർത്താവ് തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് സത്യദൈവം, രക്ഷകൻ എന്ന് അംഗീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയിൽ വിശ്വാസം അർപ്പിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ നൽകുന്നതാണ്. ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി ഞങ്ങളുടെ സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി